ഇപ്പോൾ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം ഉടൻ കടക്കുമോ ഇല്ലയോ എന്നുള്ളതൊരു ചോദ്യം അതവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും രാഹുൽ എവിടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തെത്തി വക്കാലത്തൊക്കെ ഒപ്പിട്ടിരുന്നു എന്ന് അഭിഭാഷകൻ പറയുന്നുണ്ട്. അവിടെ തന്നെ തുടരുകയാണോ രാഹുൽ? അല്ല, സംസ്ഥാനം വിട്ടു പോകാനുള്ള സാധ്യതയാണോ? രാഹുൽ കേരളത്തിൽ തന്നെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് കൃത്യമായി തന്നെ പോലീസിന് അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ലഭിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും രാഹുൽ ഒരു കാരണവശാലും കേരളം വിട്ടുപോകുന്നില്ല. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും അതിലൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഉന്നയിക്കാൻ പോകുന്നത് തനിക്കെതിരെ കേസുണ്ടായി, ഈ അന്വേഷണവുമായി താൻ സഹകരിക്കാൻ തയ്യാറാണ്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ വന്നിരുന്നു, മാധ്യമങ്ങളിലൂടെ ചില വാർത്തകൾ വരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ വന്നത്. അത്തരം സമയങ്ങളിലൊന്നും താൻ ഈ സ്ഥലം വിട്ടുപോയിട്ടില്ല. പാലക്കാട് ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു, അവർക്കൊപ്പമാണ് പ്രവർത്തിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഇത്തരത്തിലൊരു കേസ് വന്ന സാഹചര്യത്തിൽ നിങ്ങൾ ജാമ്യം അനുവദിക്കണം, ജാമ്യം അനുവദിച്ചാൽ ഈ അന്വേഷണവുമായി സഹകരിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പ് പറയും. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനം വിട്ടുപോയി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുകയും ചെയ്യും. അതുകൊണ്ട് കേരളത്തിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ പോലീസിന് മുന്നിലേക്ക് വരുന്നില്ല. ഒരു അറസ്റ്റിനുള്ള സാധ്യത മനസ്സിലാക്കി അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് പരമാവധി മാറി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തൊക്കെ എത്തിയതിന് ശേഷവും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയതിനു ശേഷവും ആരെയും അറിയിക്കാൻ അത്തരം നീക്കങ്ങളിലേക്ക് നടക്കുന്നത്. പക്ഷേ കേരളം വിട്ടുപോയിട്ടില്ല, കേരളത്തിൽ തന്നെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് ഞാൻ പറഞ്ഞതുപോലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിൽക്കുന്ന സാഹചര്യത്തിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം പ്രോസിക്യൂഷൻ കോടതിയിൽ മുങ്ങി എന്ന് പറയുകയോ അല്ലെങ്കിൽ ഒളിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് വിവരങ്ങൾ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ജാമ്യാപേക്ഷയെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാടുമായി രാഹുൽ